ബിഗ് ബോസ് സീസൺ 7ലേക്ക് അനുമോള് വന്നത് ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എങ്കിൽ പോകുന്നത് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ്. അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ നല്ലൊരു ഫ്രഷ് മോർണിംഗ് ആയിട്ടൊരു ഫീൽ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആതിരയുടെ എവിക്ഷന് ശേഷം ബാക്കി എല്ലാവരും ശരിക്കും ഒന്ന് തണുത്ത ഒരു മട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇനിയും ആതില നിന്നാൽ കുറെ കാര്യങ്ങൾ പൊട്ടിത്തെറിച്ച് അനുമോളെ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ വലിച്ചു കീറിയൊക്കെ പറഞ്ഞു മടുത്ത് ഈ നമ്മൾ തുണിയൊക്കെ ഈ കല്ലിനകത്തിട്ട് കഴുകുമ്പോൾ കുത്തിപ്പിഴിഞ്ഞ് കഴുകത്തില്ലേ, അതേപോലെ ആതില ആക്കിയെടുക്കും. പക്ഷേ ആദില അത് ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, വേറൊന്നും കൊണ്ടല്ല, അത് ആദിലയോടുള്ള സ്നേഹം കൊണ്ടാണ്, അനുമോളുള്ള സ്നേഹം കൊണ്ടൊന്നും പറയരുത്. കാരണം വെച്ചാല് ആദിലെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ഇവിടുന്ന് അങ്ങേയറ്റം സൈബർ ബുള്ളിയും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പുറത്തിറങ്ങരുത്. അതുമാത്രമല്ല, ഈ പുറത്ത് സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ ബാഡ് കമന്റ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജസിൽ ചീത്തവിളി വാങ്ങിച്ചു വന്നവരെല്ലാവരും ആദിലേനെയും നൂറേനെയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടാൻ വേണ്ടി മാത്രമാണ്. അത് അനുമോൾ PR ഉണ്ടായത് കൊണ്ടല്ല. അനുമോളുടെ അടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിയും കമന്റ് പറഞ്ഞു പോകും. ഇപ്പം ഈ ഒരു ലൈവ് എല്ലാം കണ്ട്, ഈ ഒരു കഥ ഇത്രയും കണ്ട്, ഈ ഒരു 100 ദിവസത്തെ കാര്യങ്ങളൊക്കെ കണ്ടു വന്ന് ആ ഒരു ഗ്രാജുവലി നമ്മുടെ ഉള്ളിൽ പോലും ഇതൊക്കെ എന്തൊരു ദ്രോഹികളാണ്, എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് എന്നല്ലേ തോന്നൂ, നമുക്ക് അങ്ങനെയല്ലേ തോന്നൂ. ഇപ്പോൾ ലക്ഷ്മി അബി ഇവരുടെ രണ്ടുപേരുടെയും സംസാരമാണ് ഇന്നിപ്പോ ലൈവിൽ നടന്നത്. ആ വിഷയമാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത്. പക്ഷെ ഇതിനകത്ത് തന്നെ അബി പറയുന്ന ഒരു കാര്യമുണ്ട്. പുറത്ത് നിന്ന് അവരെന്താണോ അനുഭവിച്ചത് അത് തന്നെ അതിന്റെ അപ്പുറം ഇനി അനുഭവിക്കാൻ വേണ്ടി അവർ വീണ്ടും അതൊക്കെ തന്നെയല്ലേ വീണ്ടും കാണിക്കുന്നത്. ഇവിടെ എന്താണോ അവർ കാണിച്ചത് അത് പുറത്തു പോയി അവർക്കതിന് നല്ലത് കിട്ടി, തിരിച്ചു വന്നിട്ട് വീണ്ടും അത് തന്നെ കാണിച്ചിട്ട് ഇവർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ലൈവിൽ നടന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറയാം. അത് കേട്ടപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു ബോധോദയം വന്നത്. ആദില എവിക്റ്റ് ആയത് നന്നായി, ആദില അയ്യോ, കാരണം ആദിലയ്ക്ക് ഭയങ്കര എടുത്തുചാട്ടമാണ്, നൂറേനാണക്കല്ല. അപ്പൊ ആദില പോയത് തന്നെ നന്നായി. കാരണം അവരുടെ സ്വഭാവം അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ അങ്ങ് നശിപ്പിക്കും. എന്തായാലും അത് സംഭവിച്ചില്ലല്ലോ. ഓക്കെ, അപ്പം എന്താണ് ആ ലൈവിൽ, ഇന്ന് രാവിലെ ലൈവിൽ ലക്ഷ്മിയും അഭിയും അനുമോളും കൂടെ സംസാരിച്ച ഒരു കാര്യമുണ്ട്. അത് നമുക്ക് പറയാം. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അനുമോൾക്ക് അങ്ങനെ അധികം ആരടുത്തും ഇപ്പം സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. അനുമോൾ സെലക്റ്റീവ് ആയിട്ട് അത് അനുമോൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന ആളടുത്തേ പറയാവൂ, ഇന്ന ആളടുത്തേ സംസാരിക്കാവൂ. അതായത് ലക്ഷ്മി, അഭി, ഒനീലേട്ടൻ, മസ്താനി, പ്രവീണ്, സാബുമാൻ, ഇങ്ങനെ കുറച്ചു പേരുടെ ലിസ്റ്റ് എഴുതി കൈ വെച്ചേക്കാണ്. ഇവരോട് മാത്രമേ സംസാരിക്കാവൂ, ബാക്കി എല്ലാവരും തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യാനും തന്നെ നോട്ടമിട്ട് വന്നിരിക്കുകയാണ് എന്ന് അനുമോൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലായിടത്തുനിന്നും ഒറ്റപ്പെട്ട് മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അബി ഒനീലും അക്ബറുമായിട്ട് സംസാരിച്ച് നല്ലൊരു ചില്ലായിട്ടിരുന്ന് സൂര്യൻ ഉദിക്കുന്നതൊക്കെ നോക്കി ഇരുന്നിട്ട് അബി അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് മനഃപൂർവ്വമായിട്ട് അനുമോളുടെ അടുത്ത് വന്നിരിക്കുകയാണ്, അനുമോൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നിരുന്നിട്ട് അന്നേരം അനുമോള് പറയാണ്, ഈ ക്ലാസ് റൂമിൽ ചില ക്ലാസ്സിലൊക്കെ ഒറ്റപ്പെട്ട കുറെ കുട്ടികളുണ്ടല്ലോ, അതായത് ക്ലാസ്സിൽ ആർക്കും ഇഷ്ടമല്ലാതെ ആരോടും മിണ്ടാൻ പറ്റാത്ത ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന, ടീച്ചർക്ക് ഇഷ്ടമായിരിക്കാം, ടീച്ചർക്ക് മാത്രം ഇഷ്ടമായിരിക്കാം, അങ്ങനെ ഒരു കുട്ടിയെ പോലെ എനിക്ക് എന്നെ കുറിച്ച് തോന്നുന്നു, എന്നെ ഈ ക്ലാസ്സിൽ ആർക്കും ഇഷ്ടമല്ല എന്നൊരു രീതിയിലേക്ക് അനുമോള് പറയാണ്. അപ്പൊ അഭി പറയുന്നുണ്ട്, നീ അത് കാര്യമാക്കണ്ട, ഇപ്പൊ ഇത്രയും നാളെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി ഒരു 3 ദിവസവും കൂടെ അല്ലേ ഉള്ളൂ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, നീ അത് വിട്, വിഷയാക്കണ്ട, ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞല്ലോ, ഈ വരുന്നവരെല്ലാം നിന്നെ ടാർഗറ്റ് ചെയ്യാൻ തന്നെയാ വന്നത്, നീ സൂക്ഷിച്ചോ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ പറഞ്ഞുണ്ട്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇന്നലെ ഞാൻ ആ ഒരു ആതിരയുടെ ആ ഒരു എവിക്ഷൻ നടന്ന സമയത്ത് ഞാൻ എല്ലാവരെയും ഞാൻ ശ്രദ്ധിച്ചു. അവരെല്ലാവരും അങ്ങനെ ഒന്നിച്ച് നിന്നപ്പോൾ എല്ലാവരെയും ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ആരൊക്കെയാണ് ഇത് എൻ്റെ അടുത്ത് ദേഷ്യവും കൊണ്ട് വന്നിരിക്കുന്നത്, ആർക്കൊക്കെയാണ് എന്നോട് കുഴപ്പമുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ഇന്നലെ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആ ഒരു ഇത് പുക വരുന്ന സമയത്ത് ഞാനൊരു അല്പം റെഡ് ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു. അപ്പൊ അടുത്തുനിന്ന് ഷനവാസിക്ക എന്നൊന്ന് വിളിച്ചുപോയി എന്ന് അത് പറയുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള എല്ലാവരും വളരെ ഒരു നിസ്സാരമായിട്ട് അനുമോള് പോത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര, അത് ഞാൻ പറയാം, ബിൻസിയുടെയും ബിന്നിയുടെയും ഒക്കെ മുഖത്ത് ഭയങ്കര പുച്ഛമായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക, അനുമോൾക്ക് PR ഉണ്ട്, 1 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന്റെയോ PR ഉണ്ട്. പെർ ഡേ അവര് 2000, 3000, 4000 ഒക്കെ കൊടുത്തിട്ട് ഓരോ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അനുമോൾക്ക് മാത്രമല്ല ഉള്ളത്, അതേപോലെ എല്ലാവർക്കും. അക്ബറിനുണ്ട്. ഈ പറയുന്ന ഒരാള് ഇപ്പം അനുമോളുടെ PR എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരുണ്ടല്ലോ, വിനു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഇടുന്ന ആ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ്സിലൊക്കെ ഇട്ടപ്പോൾ ഞാൻ അത് കണ്ടു. പക്ഷെ അതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല.
ഇതേപോലെ വേറെ കുറെ പേരുകളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പേരുകളും കൂടി പുറത്തോട്ട് വരണം, എന്നാ പിന്നെ ഈ പ്രശ്നം തീർന്ന്. ഇതിപ്പോ അനുമോളുടെ PR എന്ന് പറഞ്ഞ് ഈ ഒരു വിനുവിനെ മാത്രം നിങ്ങൾ കാണുന്നതിന്റെ കുഴപ്പമാണ്. അതേപോലെ അക്ബറിന്റെ PR, അനീഷിന്റെ PR, എല്ലാവർക്കും PR ഉണ്ട്. ആദിലയുടെയും നൂറയുടെയും PR, ദിയാസനെയൊക്കെ ഡയറക്ട്ലി ആദിലയുടെയും നൂറയുടെയും PR ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും PR ഉണ്ട്. എല്ലാവരും 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഒക്കെ PR കൊടുക്കുന്നുണ്ട്. അപ്പം ഈ PR ഇവര് കൊടുക്കുന്നതും, പക്ഷെ PR കൊടുത്ത് കാശ് കൊടുത്ത് അവരവിടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആ ഒരു PR പണി ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഇവരിതിനകത്ത് നല്ല രീതിയിൽ മത്സരിക്കണം. അത് അവിടെ ചെയ്യുന്നത് ആര് എന്ന് നോക്കിയാൽ മതി. ഇപ്പം ഈ പറഞ്ഞ പുറത്തെ ഇഷ്യൂസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആ PR-ന്റെ മോർണിംഗ് ടാസ്ക് വന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം വെച്ച് നോക്കുവാണെങ്കിൽ അനുമോൾ മാത്രം ഞാൻ പറയില്ല, അനുമോൾ ഉൾപ്പെടെ കുറച്ചു പേര് മാത്രമേ നന്നായിട്ട് ഈ പറയുന്ന എല്ലാ മത്സരങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ, വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. ശൈത്യയും ബിന്നിയും ബിൻസിയും ഒക്കെ. ബിന്നിയെ ഞാൻ അതിനകത്ത് പറയുന്നില്ല, കാരണം ബിന്നി കുറെയൊക്കെ ആക്റ്റീവായിരുന്നു. എല്ലാ വിഷയങ്ങളിലും ബിന്നിയുടേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ബിന്നിക്ക് ആ കുത്തിത്തിരിപ്പ് എന്നുള്ളൊരു പേരെങ്കിലും ഈ ഒരു ബിഗ് ബോസിലൂടെ നേടാൻ പറ്റിയില്ലേ. അതൊരു നേട്ടമാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ പേരെങ്കിലും കിട്ടും. ശൈത്യ ചെയ്ത പേരിന്, ശൈത്യ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കിട്ടിയ പേരാണ് കട്ടപ്പ. കാരണം പുള്ളിക്കാരി അതേ കണക്ക് പുറത്താക്കപ്പെടുന്നതാണ്. ബാക്കി അവിടെ നിലനിന്നുകൊണ്ട് എല്ലാ വിഷയത്തിലും ഇടപെട്ടത് കൊണ്ട് ബിന്നിക്ക് കിട്ടിയ പേര് കുത്തിത്തിരിപ്പ്. ഇടപെട്ടു, അതുകൊണ്ടാണ്. അത് നല്ലൊരു പോസിറ്റീവായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ ബിന്നിയുടെ ഓൾമോസ്റ്റ് എല്ലാം കുത്തിത്തിരിപ്പായിട്ടൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ചില കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ലോജിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ ബിന്നിക്ക് അറിയാമായിരുന്നു. പക്ഷെ എൻട്രി ബിന്നി വെറുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബിന്നിയൊക്കെ എന്ത് സാധനമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഇന്നിപ്പം ഈ ഒരു ഇവരുടെ എല്ലാവരുടെയും തിരിച്ചുവരവ് ഇങ്ങനെയൊക്കെയാണെന്ന് അനുമോള് മനസ്സിലാക്കി വെച്ചേക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അടുത്ത വാക്ക് വരുന്നത് ലക്ഷ്മിയുടെ അടുത്ത് നിന്നാണ്. അതായത് അബിയും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ലക്ഷ്മി വരുന്നുണ്ട്. അപ്പൊ അബി പറയുന്നുണ്ട്, ഞാൻ പറയായിരുന്നു ഇവളോട് ഇതൊക്കെ പ്രതീക്ഷിച്ച് ഇരുന്നാ മതി എന്ന്. അപ്പൊ ലക്ഷ്മിയും പറയുന്നുണ്ട്, പക്ഷെ ഇവർക്കൊക്കെ മാനസികമായിട്ട് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതാണ് സംഭവം. ഇവരുടെ മൈൻഡ് ഓക്കെ അല്ല. അതാണ് ലക്ഷ്മി പറഞ്ഞത്. 100% കറക്റ്റാ അല്ലേ? ഇവർക്കൊക്കെ എന്തോ ബിഗ് ബോസിൽ വന്നിട്ട് പെട്ടെന്ന് ഔട്ടായതിന്റെയും അതിന്റെ ഫ്രസ്ട്രേഷനും ഒനിയിലും അത് പറയുന്നുണ്ട്. ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇനിയൊരു സീസൺ വരുമ്പോൾ ഈ പറയുന്ന കണക്ക് ഈ ഒരു മണി ബാങ്ക് ആ ഒരു സീനിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നെവിൻ അങ്ങനെ ഒരു അവസരം നെവിന് കൊടുക്കാതിരുന്നിട്ട് ബിഗ് ബോസ് അവസാനം ഒരു അവസരം കൊടുത്തില്ലേ, ആ പുറത്തു പോയി കാറിന്റെ ആ ഒരു ഇത്. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നെവിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ബാക്കി ആർക്കും അത് അതിനകത്ത് നിൽക്കാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനാണ് ഇവർക്ക്. ഇതൊരു ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോയാണ്. ആ ഒരു റിയാലിറ്റി ഷോയുടെ തോൽവി അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നാണ് ലക്ഷ്മിയും പറഞ്ഞത്. അത് മാത്രമല്ല, ഇവരെന്തോ ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നോ, പുറത്തിറങ്ങുമ്പോൾ ഇതിനപ്പുറം അവർ ഫേസ് ചെയ്യാൻ കിടക്കുകയാണ്, ഇതും ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഇവർക്ക് എന്ത് ബോധമില്ലേ, ഇവരെന്ത് ഈ കാണിക്കുന്നത്, ഇവര് അന്ന് ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ഇവരോടൊന്നും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല, ഇന്നിപ്പോ അവർ തിരിച്ചു വന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴാണ് ഇവർക്ക് ഇത്രയും ക്രൂവൽ ആവുന്നത്. ആ ഒരു തരത്തിലേക്ക് അനുമോളും സംസാരിക്കുകയാണ്. കാരണം ഇവരിപ്പോ പുറത്തു പോയപ്പോ അന്ന് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവർ പുറത്തു ഓരോന്ന് ചെയ്തു അല്ലേ. അതായത് ബിഗ് ബോസിൽ ഇങ്ങനെയൊക്കെ നിന്നെങ്കിലേ പറ്റൂ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി, അവിടെയും പ്രശ്നം ഉണ്ടാക്കി, ഇവിടെയും പ്രശ്നം ഉണ്ടാക്കി. അത് അങ്ങനെ ഒരു റിയാലിറ്റി ഷോ ആണല്ലോ. അപ്പം അവിടെ ഈ പറഞ്ഞ വഴക്കുണ്ടാക്കുക, ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് നോർമലാണ്. പക്ഷേ ഇതൊരു ഗെയിമിന്റെ ഭാഗമാണെന്ന് നമ്മൾ എല്ലാവരും ഒരുവിധം നല്ല ബോധമുള്ള ഓഡിയൻസ് വിചാരിക്കും. പക്ഷെ പുറത്തു പോയി കഴിഞ്ഞിട്ട് പിന്നെ ബോധത്തോടെ തിരിച്ചു വന്ന് ഗെയിം ഒന്നും ഇല്ലാതെ ബിൻസിയൊക്കെ കാണിക്കുന്നതിന് എന്ത് പറയണം? അപ്പൊ ബിൻസിയുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ഗെയിമിന്റെ പാർട്ടല്ല. ബിൻസിയൊക്കെ റിയലി ഇങ്ങനെയാണ്, ഇത്രയും ചവറാണ് എന്ന്, ബിൻസി ചവറാണ് എന്ന് നമ്മൾ പറയേണ്ടി വരത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ആ ഒരു ഗെയിമോ ഒന്നും അല്ലാതെ നിൽക്കുന്ന സമയത്ത്. അപ്പൊ അതാണ് ലക്ഷ്മി പറയുന്നത്, ഇവർക്കൊക്കെ മാനസികമായിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ അത് അവർ തന്നെ ഏതെങ്കിലും കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലക്ഷ്മിയും അബിയും ഒന്നിയിലും പ്രവീണും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അനുമോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്ന് കലികാലം. എന്തായാലും ശരി, സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.